പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ ഇപ്പോഴും സംഘർഷം തുടരുകയാണെന്നാണ് റിപ്പോർട്ടുകളുള്ളത്. നേരത്തെ 48 മണിക്കൂർ നീണ്ട താൽക്കാലിക വെടിനിർത്തലായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത്. അത് പിന്നിട്ടതിന് ശേഷം വീണ്ടും ആക്രമണം പുനരാരംഭിക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഏതായാലും ദോഹ കേന്ദ്രീകരിച്ചുകൊണ്ട് സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള ഖ്വാജ ആസിഫ്, ഒപ്പം തന്നെ രഹസ്യാന്വേഷണ വിഭാഗം മേധാവിയായിട്ടുള്ള ആസിം മാലിക് എന്നിവരാണ് പാകിസ്ഥാന് വേണ്ടി ചർച്ചകൾക്ക് വേണ്ടി ദോഹയിലുള്ളത്. ഒപ്പം തന്നെ അഫ്ഗാനിസ്ഥാൻ പ്രതിരോധ മന്ത്രി മുല്ല മുഹമ്മദ് യാക്കൂബ് കൂടി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ഏതായാലും എത്രയും പെട്ടെന്ന് തന്നെ സമാധാനം വീണ്ടെടുക്കാനുള്ള ശ്രമമാണ് പുരോഗമിക്കുന്നതെന്നാണ് മധ്യസ്ഥ രാജ്യങ്ങളൊക്കെ അറിയിക്കുന്നത്. ഒപ്പം 48 മണിക്കൂർ കൂടി ഈ വെടിനിർത്തൽ നീട്ടാൻ കൂടിയുള്ള ലക്ഷ്യമാണ് ഈ ചർച്ചകളിലൂടെ നടത്തുന്നത്. ഏതായാലും സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അതിനിടെ തന്നെ താൻ ഇടപെട്ടാൽ എത്രയും പെട്ടെന്ന് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ സംഘർഷം അവസാനിപ്പിക്കാൻ സാധിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് ഇന്നലെ പ്രതികരിച്ചിരുന്നു. ഇത്തരത്തിൽ നിരവധി യുദ്ധങ്ങൾ താൻ പരിഹരിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ യുദ്ധം തനിക്ക് നിസ്സാരമാണെന്നും ട്രംപ് പറയുന്നുണ്ട്. അതായത് റഷ്യ യുക്രൈൻ യുദ്ധം ചർച്ച ചെയ്യാൻ വേണ്ടി സെലൻസ്കിയുമായി കഴിഞ്ഞ ദിവസം ട്രംപ് ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയായിരുന്നു ട്രംപ് ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത്. അതിനിടെ തന്നെ സമാധാനം വേണോ അതോ ഏറ്റുമുട്ടൽ വേണോ എന്ന മുന്നറിയിപ്പുമായി പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീർ രംഗത്തെത്തിയിട്ടുണ്ട്. താലിബാനോടാണ് ഈ ഭീഷണി മുഴക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇന്നലെ അഫ്ഗാൻ പക്തിക പ്രവിശ്യയിലുണ്ടായ ആക്രമണത്തിൽ 10 പേർ കൊല്ലപ്പെട്ട വാർത്ത വന്നിരുന്നു. ഒപ്പം തന്നെ 12 പേർക്ക് ആക്രമണത്തിൽ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ 4 വർഷത്തിനിടെ പാകിസ്ഥാൻ സൈന്യം അഫ്ഗാനിസ്ഥാന്റെ അതിർത്തിയിൽ 1200 തവണ ആക്രമണം നടത്തിയെന്നാണ് അഫ്ഗാനിസ്ഥാൻ ആരോപിക്കുന്നത്. അതായത് 2021 അഫ്ഗാനിസ്ഥാൻ താലിബാൻ പിടിച്ചെടുക്കുന്നത്. അതിനുശേഷം ഈ അതിർത്തി മേഖലകളിലൊക്കെ, പ്രത്യേകിച്ച് ഈ വടക്കൻ പ്രവിശ്യയിൽ തെഹ്രീക്കെ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ എന്ന ഭീകര സംഘടന പിടിമുറുക്കി. അതിന് സഹായം ചെയ്തത് പാകിസ്ഥാനാണ് എന്നൊരു ആരോപണം നേരത്തെ തന്നെ അതിന് സഹായം ചെയ്തത് അഫ്ഗാനിസ്ഥാനാണെന്ന് പാകിസ്ഥാൻ ആരോപിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് എന്ന ആരോപണമാണ് പാകിസ്ഥാൻ ഉന്നയിച്ചത്. അതിന് മറുപടിയായിട്ടാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. ഏതായാലും സമാധാനം വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ ദോഹയിൽ പുരോഗമിക്കുകയാണ്. അതിനിടെ ആക്രമണങ്ങളും ഒരു വശത്ത് നടക്കുന്നുണ്ട്.